എൻ്റെ പേര് റിസ്വാന ഹുസൈൻ. ഞാൻ ട്രിവാൻഡ്രം മണക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ വെസ്റ്റേൺ ഫ്യൂഷൻ റോസ് പിസ്താഷ്യോ കുൽഫി കേക്കാണ്. നമുക്ക് റോസ് പിസ്താഷ്യോ കുൽഫി കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ 6 ഇഞ്ചിൻ്റെ 2 പാനാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കാം. ഫ്ലോറ് സീവ് ചെയ്യാൻ പോവുകയാണ്. 1 കപ്പ് ഫ്ലോർ എടുക്കാം. നമ്മൾ 1 കപ്പ് ഫ്ലോറ് കറക്റ്റ് ഹെഡ് കട്ട് ചെയ്തെടുക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ, 1/2 ടീസ്പൂൺ വാനില പൗഡർ, 1/4 കപ്പ് പൗഡേർഡ് പിസ്താഷ്യോസ്. സീവ് ചെയ്തു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷുഗറും എഗ്ഗും കൂടെ ബീറ്റ് ചെയ്യാം. 4 എഗ്ഗ് എടുക്കുക ഇവിടെ ഞാൻ. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഇത് ബീറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഒരു യെല്ലോ കളർ മാറി ഒരു ഓഫ് വൈറ്റ് ഒരു തിക്ക് ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. 1/4 കപ്പ് ഓയിൽ നമ്മൾ ഇതിലൊഴിക്കുകയാണ്. ഇനി വളരെ സ്ലോ സ്പീഡിലിട്ടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ബീറ്റ് ചെയ്യാം. ഒരു 2-3 ഡ്രോപ്സ് ഗ്രീൻ കളർ കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ബാറ്റർ ഇപ്പോൾ ഞാൻ 6 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ട് ഒഴിക്കുകയാണ്. ഓക്കെ, നമുക്കിനി ഇത് ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കാം. നമുക്കിത് 150 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വെക്കാം. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കുൽഫിയാണ്, റോസ് മിൽക്ക് കുൽഫിയാണ്. അതിന് ഫസ്റ്റ് നമ്മൾ 1 കപ്പ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ ഷുഗർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്, ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ. നമുക്കിത് ഇൻഡക്ഷനിലേക്ക് വെക്കാം. നമുക്കിത് ബോയിലാവുന്ന നേരം ഇതിലേക്ക് ഒഴിക്കാനുള്ള കോൺഫ്ലവർ സിറപ്പ്, ജസ്റ്റ് 1 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മിൽക്ക് കൂടെ മിക്സ് ചെയ്ത മിക്സ്ചറാണ്. ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോൾ നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു പിഞ്ച് സാഫ്രോൺ ഇതിലിടാം, കുറച്ച് പിസ്താഷ്യൂസ്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് കോൺഫ്ലവറിൻ്റെ ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തത്, പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ബോയിലായി തിക്കനാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇൻഡക്ഷൻ. പിന്നെ ഇത് കൂളാവുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്യുകയാണ്. ഇതുപോലെ ജസ്റ്റ് ഒരു ഡ്രോപ്പ് പിങ്ക് കൂടെ ആഡ് ചെയ്യണം. എന്ത് ഫ്ലേവറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഫ്യൂഷന്? ഞാൻ റോസ് പിസ്താഷ്യോ കുൽഫി കേക്കാണ്. റോസ് ഉണ്ടാവും, കേക്ക് പിസ്താഷ്യോ സ്പഞ്ചാണ്. അപ്പോൾ ഒരു ഗ്രീൻ കളർ ഉണ്ടാവോ? അതെ, ഗ്രീൻ കളർ. അതെ, ഗ്രീൻ കളറാണ്. ഫ്രോസ്റ്റിംഗ് കുൽഫി ഫ്രോസ്റ്റിംഗ് ആൻഡ് ലെയറിംഗിൽ മിൽക്ക്, കുൽഫി മിൽക്ക് വെച്ചിട്ടാണ് സോക്ക് ചെയ്യുന്നത്. റോസ് കുൽഫി. അതെ, റോസിന്റെ ഫ്ലേവർ ഉള്ള കുൽഫി. ഈ ഫ്രോസ്റ്റും കുൽഫിയും റോസ് കുൽഫിയാണ്. ഓക്കെ, അതായത് അതിലെന്തൊക്കെ ചേർന്നിട്ടുണ്ട് ഇപ്പോൾ? ഇതിൽ മിൽക്ക്, കാർഡമം, സാഫ്രോൺ, പിന്നെ കോൺഫ്ലവർ, റോസ് വാട്ടർ, സ്ലൈറ്റ് പിങ്ക് കളർ, ദെൻ കോൺഫ്ലവർ ആൻഡ് മിൽക്ക് മിക്സ്. ഇത് എവിടെ വരും? ഏത് ഭാഗത്താണ് നിങ്ങൾ? ഇത് ഫ്രോസ്റ്റിംഗ്, ക്രീം ഫ്രോസ്റ്റിംഗിൽ ആഡ് ചെയ്യും അല്ലേ? ക്രീം ചീസിൽ ക്രീം ഫ്ലേവറിൽ ആഡ് ചെയ്യുമ്പോൾ ഓരോ ലെയറിലും നമുക്ക് ഇതിന്റെ കുൽഫി മിക്സ് ആയിട്ടുള്ള ടേസ്റ്റും കിട്ടും. പിസ്താഷ്യോ സ്പഞ്ചിന്റെ ടേസ്റ്റും വരും, കുൽഫി മിൽക്കും വരും. സ്പഞ്ച് എന്നാണ് അതിന്റെ ഫീലിംഗ് എന്നാണ്. ഇത് ക്രിയേറ്റ് ചെയ്താണ് അല്ലേ? ഓണായിട്ട് ക്രിയേറ്റ് ചെയ്താണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് ഫ്യൂഷൻ കേക്ക് റൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ചിട്ട് തീരുമാനിച്ചാണ്. ഒരുപാട് ആലോചിച്ചിട്ട് തീരുമാനിച്ചത്. എക്സാമ്പിൾസ് മാത്രമല്ലേ കിട്ടിയുള്ളൂ? അത് തന്നെ ക്യാച്ച് ചെയ്തു. അതെ, ഇതിപ്പോൾ ഞാൻ 3 ഫ്യൂഷൻ. നോർമലി ഇപ്പോൾ 2 ഫ്യൂഷനാണ് തന്നത്, ഒരു 3 ഫ്യൂഷൻസ് ഇതിൽ വരുന്നുണ്ട്, ഇന്ത്യൻ്റെ തന്നെ. അതെ അതെ, അത് കൊള്ളാം. നൈസ്, ക്രിയേറ്റീവ്. ഹോം ബേക്കറാണോ? അതെ, ഹോം ബേക്കറാണ്. എത്ര വർഷമായി? 9 ഇയേഴ്സായി.
ക്യൂർ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് പുറത്തെടുക്കാം. 2 സ്പഞ്ചും ബേക്കായിട്ടുണ്ട്. റോസ് കുൽഫി മിൽക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക്, ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ്, 1/2 കപ്പ് ഫ്രഷ് ക്രീം. ഇനി കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ റോസ് വാട്ടർ, ജസ്റ്റ് എ ഡ്രോപ്പ് പിങ്ക് കളർ, ജെൽ കളറാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് സ്പഞ്ച് ഒന്ന് എടുത്ത് വയർ റാക്കിൽ വെക്കാം. ഇതിൽ ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക. ഇതിൽ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടും. ഞാൻ ഈ സ്പഞ്ച് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം, അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഈ ടോപ്പിലെ സ്കിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇത് നമുക്ക് ഐസിങ്ങിന് ആവശ്യമില്ല. ഇതിനെ ഞാൻ 2 ലെയർ ആക്കുവാണ്. ഫ്രോസ്റ്റിങ്ങിനുള്ള ക്രീം വെപ്പ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ക്രീം ലെയർ ചെയ്യാനുള്ള കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കുൽഫി മിക്സ് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ കുറച്ച് ക്രീമേ നമ്മൾ ഫില്ലിങ്ങിന് യൂസ് ചെയ്യുന്നുള്ളൂ. ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് പിങ്ക് കളറൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മുടെ സ്പഞ്ച് തണുത്തു. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ചു. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഈ കുൽഫി മിക്സ് വെച്ച് കേക്കൊന്ന് സോക്ക് ചെയ്യുവാണ്. ചെറിയൊരു എമൗണ്ട് ക്രീം വെച്ചു. ഇത് സ്പ്രെഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ചോപ്ഡ് പിസ്താഷ്യോസ് ആഡ് ചെയ്യുവാണ്. നെക്സ്റ്റ് ലെയർ വെക്കുവാണ്. വീണ്ടും ആ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്രീം അപ്ലൈ ചെയ്യുക. ഇതിൽ കുറച്ച് ഗ്രീൻ കളർ മിക്സ് ചെയ്തു. നമുക്ക് ഔട്ടറിൽ കളർ ക്രീം കൊടുക്കാനാണ്. ഇവിടെ എന്താണ് ഇത്? പിസ്ത കേക്ക് തന്നെയാണ്. റോസ് പിസ്താഷ്യോ കുൽഫി കേക്കാണ്. റോസും ആൻഡ് കുൽഫിയും എക്സ്ട്രാ ഇതിൽ വരും. സോക്കിങ്ങിലും വരും, ഫ്രോസ്റ്റിങ്ങിലും വരും. കുൽഫി അതെ. ഓക്കെ, ഫൈനൽ ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ റോസ് പിസ്താഷ്യോ കുൽഫി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്.